2 ഫുള്ള് സിലിണ്ടർ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഫുൾ ടാങ്ക് അടിച്ചൊരു കാറ്. എടോ 10-12 കൊല്ലമായിട്ട് തന്നെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കണം? ഒക്കെ കള്ളപ്പണമായിരിക്കില്ലേ? പീട്ടി തരാണ്ടെന്ന് നടക്കുക. ശരിയാക്കി തരാം. അത് കുഴപ്പമില്ല സാറേ, ഞാൻ വെറുതെ ഈ വഴിക്ക് ഇപ്പോൾ കയറിയെന്നേ ഉള്ളൂ. ഇരിക്കാൻ ഇല്ല, പൈസ ഒക്കെ ഇരിക്കണമല്ലോ. ഞാൻ താഴെ ഇരുന്നോളാം. 41, 42, 43, 43, 47, 49. ഇതെന്താണ് 50 വയസ്സ്? 50 വയസ്സൊക്കെ നിരോധിച്ചതല്ലേ? ഇല്ല സാറേ, നിരോധിച്ചിട്ടില്ലേ? ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മേ സാറേ, ഇത് മൊത്തം എണ്ണാനുള്ള വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. ഞാൻ പഴയ DPP ആയിരുന്നേ. എന്തായാലും ഇതിൽ RBI ഈ മാസം ഇറക്കി എല്ലാ നോട്ടും ഉണ്ടല്ലോ. നമ്മൾ വെറുതെ എണ്ണി സമയം കളയണോ? 18, 25. അത് ശരി, ബീഡിയും കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ പറ്റിക്കായിരുന്നല്ലേ? എടോ ആ കിങ്സ് അല്ലേ വലിക്കാറ്? 3 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം. ആഹാ, സംഭാവനയൊക്കെ കൃത്യമായിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ല സാറേ, ഇതെന്താ അതിൻ്റെ ഇടയ്ക്കൊരു റിമാർക്കിൽ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൈസ്? മോനെ, ഡോക്ടറാവാനൊരു മോഹം. മെഡിസിനൊക്കെ കിട്ടാൻ ഭയങ്കര ചിലവാണല്ലേ? അല്ല സാറേ, ഇത് 2-3 ദിവസത്തെ പണിയുണ്ട്. ഇയാളുടെ അപ്പാപ്പൻ്റെ വീട്ടിൽ പോകണം, പിന്നെ ചെറിയച്ഛൻ്റെ വീട്ടിൽ, പിന്നെ വല്യച്ഛൻ്റെ മൂത്ത മോളുടെ. അല്ല, കല്യാണം ആലോചിക്കാനൊന്നുമല്ല, മറ്റേ അങ്ങനെയൊക്കെ അല്ലേ, 2-3 ദിവസം. എന്നാൽ ശരി സാറേ, ഞാനെന്ന് പോക്കോട്ടെ. 2 പേരെ പാർട്ടി മാറ്റാനുണ്ട്. അല്ല, 2 വീട്ടിൽ റെയ്ഡ് നടത്താനുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇനി 2 വഴിയാണുള്ളത്. ഒന്നല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിന് അകത്തു പോവാം, അല്ലെങ്കിൽ മാപ്പെഴുതി കൊടുത്ത് രാജ്യസ്നേഹിയാവാം. എന്തു വേണം?